ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCERT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ലോക ചരിത്രത്തിലെ മൂന്നാമത്തെ ക്ലാസ്സിലാണുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള പ്രധാന വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 10ാം ക്ലാസ്സിലെ തന്നെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് ലോകം 20ാം നൂറ്റാണ്ടിൽ. ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ, യുദ്ധത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ സൂചനകൾ തന്നിട്ടുള്ള ചില ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. സോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പാഠഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആഫ്രിക്ക 1914 എന്ന് പറഞ്ഞ് ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആഫ്രിക്കൻ വൻകരയുടെ ഭൂപടമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകളുടെ പ്രത്യേകതകൾ കണ്ടെത്താമോ? അവയിൽ മിക്കതും ഏകദേശം നേർരേഖയിലായിരിക്കും. അപ്പോൾ ആഫ്രിക്കയുടെ അതിർത്തി പ്രദേശങ്ങൾ മിക്കവാറും നേർരേഖയിലാണുള്ളത് അല്ലേ. എല്ലാം ഏകദേശം നേർരേഖയിലാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ നേർരേഖയിലായത്? വിഭവങ്ങൾ തേടി ആഫ്രിക്കയിലെത്തിയ യൂറോപ്യൻ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു. അപ്പോൾ ആഫ്രിക്കയുടെ അതിർത്തികൾ നേർരേഖയിലാകാനുള്ള കാരണം 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയിൽ അവിടെയുള്ള വിഭവങ്ങൾ തേടിയെത്തിയ യൂറോപ്യർ ആഫ്രിക്കയെ ഷെയർ ചെയ്തെടുത്തു. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ അതിർത്തികൾ വരച്ച് ആഫ്രിക്കയെ വീതം വയ്ക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും വീതം വയ്ക്കുമ്പോൾ കറക്റ്റ് ഒരു ഈക്വൽ പാർട്ടായിട്ട് വേർതിരിക്കാനാണല്ലോ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മിക്കതും ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ, ഒരു നേർരേഖ പോലുള്ള പല അതിർത്തികളും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയും യൂറോപ്യർ തന്നെയാണ് വില്ലന്മാരായി വരുന്നത്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ എന്തിനായിരിക്കും ആഫ്രിക്കയെ വീതം വെച്ചത്? വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. അത് പ്രത്യേകം പറയേണ്ടതില്ല അല്ലേ. വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ കോളനികൾ സ്ഥാപിക്കുന്നത്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതുപോലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയെ പോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ഇടപെടലുകൾ വന്നിട്ടുണ്ട്. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തത് ഓർക്കുമല്ലോ. അത് നമ്മൾ ഇതിനകം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകൾ മുൻകഴിഞ്ഞ ലോക ചരിത്രത്തിൻ്റെ ക്ലാസ് കൂടി കാണുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ വ്യവസായ വിപ്ലവം ഇത് ക്രമേണ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഫാക്ടറികളിൽ മൂലധന നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടി. അപ്പോൾ ഫാക്ടറികളിൽ മെഷീനറീസ് ഉപയോഗിച്ചുള്ള ഉൽപ്പാദന വർധനവാണ് വ്യവസായ വിപ്ലവം എന്ന് നമുക്ക് ഷോർട്ടാക്കി പറയാം. അപ്പോൾ ഇങ്ങനെ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ടുവരികയാണ് അവർ. ഇതവരുടെ ലാഭത്തിൽ വർധനവുണ്ടാക്കി. ലാഭം ലക്ഷ്യമാക്കി ഉൽപ്പാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ മുതലാളിത്തം എന്നറിയപ്പെട്ടു. അപ്പോൾ മുതലാളിത്തം എന്ന് പറയുന്നത് ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ, ഇതിനെയാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിച്ചിരുന്ന, അപ്പോൾ സ്വകാര്യ വ്യക്തികളാണ് നിയന്ത്രിക്കുന്നത്, അവരുടെ ലക്ഷ്യം ലാഭമാണ്. എക്കണോമിക്സിൽ നമുക്കിത് ആവശ്യമുള്ള പോയിന്റാണ്. അതുകൊണ്ടാണ് ഞാൻ 1-2 തവണ അത് റിപ്പീറ്റ് ചെയ്തത്. വൻകിട വ്യവസായങ്ങളുടെ വരവ് മൂലധന നിക്ഷേപത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. അപ്പോൾ വൻകിട വ്യവസായങ്ങൾ വന്നതോടുകൂടി, അപ്പോൾ കുറച്ചുകൂടി വലിയ നിലയിലുള്ള വ്യവസായം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൂലധനം കൂടും അല്ലേ. മൂലധനം നിക്ഷേപിക്കാൻ ആളുകളും കൂടും, അതിൻ്റെ ആ ഒരു തോതും കൂടും. ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഓരോ രാജ്യവും ഉൽപ്പാദിപ്പിച്ചിരുന്നു. അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ തങ്ങളുടെ സ്ഥലത്ത് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്യും? ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കും. അവ വിറ്റഴിക്കുന്നതിന് ആഭ്യന്തര കമ്പോളം മാത്രം മതിയാകില്ല. കാരണം അവിടെ സ്വന്തം രാജ്യത്ത് മാത്രം വിൽക്കുകയാണെങ്കിൽ ബാക്കി ഉൽപ്പന്നങ്ങൾ ബാക്കി വരും.
ഇത് യൂറോപ്പിലെ വ്യാവസായിക രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് കാരണമായി. അപ്പോൾ സാധനങ്ങൾ വിറ്റ് തീർക്കണമെങ്കിൽ എന്ത് വേണം? കോമ്പറ്റീഷൻ വേണം അല്ലേ? നന്നായിട്ട് കോമ്പറ്റീഷനിൽ വിജയിക്കുന്ന ആൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയും. സോ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരത്തെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടങ്ങളിലെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രാഷ്ട്രീയാധികാരികവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ പിന്നീട് യൂറോപ്യന്മാരുടെ കോളനികളായി മാറി. ഈ പ്രക്രിയ കോളനിവൽക്കരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ യൂറോപ്യർ അവരുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്നതിന് വേണ്ടിയും സാമ്പത്തിക ചൂഷണം നടത്തുന്നതിന് വേണ്ടിയും ലാറ്റിൻ അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളിൽ, ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ സ്വാധീനം ഉണ്ടാക്കിയെടുത്തു. അതവരുടെ കോളനികളാക്കി മാറ്റി. അതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത് കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി. ഡെഫിനിഷൻസ് കറക്റ്റ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ടും ആൻസർ ചെയ്യാൻ കഴിയും. മുതലാളിത്തത്തിൻ്റെ ചൂഷണത്തിനെതിരായി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കണ്ടു. എപ്പോഴും അങ്ങനെയാണല്ലോ, മുതലാളിത്തം ചൂഷണം ചെയ്യുകയാണെങ്കിൽ തൊഴിലാളികൾ സംഘടിക്കും. തൊഴിലാളി സംഘടനകളുടെ നിരന്തര സമരങ്ങളും അതിലൂടെ തൊഴിലാളികൾ നേടിയ വേതന വർധനവ് മുതലാളിമാരുടെ ലാഭത്തിൽ കുറവുണ്ടാക്കി. ശമ്പളം കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ലാഭം കുറയുമല്ലോ. യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളെ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രവും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളവുമായാണ് കണ്ടിരുന്നത്. പിൽക്കാലത്ത് കൊളോണിയൽ മേധാവികൾ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്തി. അതിന് മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവർക്ക് കോളനികൾ എപ്പോഴും അസംസ്കൃത വസ്തുക്കൾ, അവിടെ നിന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോകാനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായിരുന്നു. പിന്നീട് അവർ കോളനികളിൽ തന്നെ പല പല വ്യവസായത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. കോളനികളിലെ തൊഴിലാളികൾക്ക് കുറഞ്ഞ കൂലി കൊടുത്താൽ മതിയാകും. അസംസ്കൃത വസ്തുക്കളാണെങ്കിൽ ധാരാളം ലഭിക്കും. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോഴുള്ള കുറഞ്ഞ വില അല്ലേ? കോളനികളിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിതരണം ചെയ്യുമ്പോൾ അവിടെ കുറേ ലാഭം വരും. ട്രാൻസ്പോർട്ടേഷൻ്റെയും അതേപോലെ ടാക്സിൻ്റെയും അങ്ങനെ കുറേ ചിലവുകൾ ലാഭം പിടിക്കാൻ കഴിയും. അപ്പം ഇത് മൂന്നുമാണ് കോളനികളിൽ മൂലധനം നിക്ഷേപിക്കാൻ വേണ്ടി മുതലാളിത്ത വ്യവസ്ഥയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു. അപ്പോൾ കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടം, ഇപ്പോൾ കോളനിയിൽ തന്നെ അവർ മൂലധനം കയറ്റുമതി ചെയ്യുകയാണ്. അപ്പോൾ ഈ കയറ്റുമതിയുടെ ഘട്ടത്തെ സാമ്രാജ്യത്വം എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വരാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടമാണ് സാമ്രാജ്യത്വം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം സാമ്രാജ്യത്വത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക അല്ലേ? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം. അപ്പോൾ ഒരു രാജ്യം വന്ന് മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ അവരുടെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലുള്ള സ്വാധീനം, സാംസ്കാരികമായിട്ടുള്ള ആധിപത്യം ഇത് അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അത് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഗുണവിശേഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അല്ലേ? സാമ്രാജ്യത്വം എല്ലാ മേഖലയിലും ഒരു പ്രദേശത്ത് ആധിപത്യം ചെലുത്തും. ഭരണ സംവിധാനം, നിയമവ്യവസ്ഥ, സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കോളനികളിൽ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ ചൂഷണ നയങ്ങൾ നടപ്പിലാക്കിയത്. അപ്പോൾ അതിനുവേണ്ടി നിയമങ്ങൾ കൊണ്ടുവരും, ഭരണ സംവിധാനം അവർ കൈയേറും, സൈനിക ശക്തി ഉപയോഗിക്കും. ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് കോളനികളിൽ അവരുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. കോളനികളുടെ അതുവരെ ഉണ്ടായിരുന്ന പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും
നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. അവിടെയുള്ള ഭരണരീതിയും നിയമവ്യവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടുരാജാക്കന്മാരാണെങ്കിൽ അവരുടെ ഭരണമെല്ലാം പോകും അല്ലേ, അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം മറിക്കപ്പെടും. ദെൻ പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് ശേഷം അല്ലെങ്കിൽ അതിന് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരാകും. അപ്പോൾ അവിടുത്തെ കർഷകർ കാർഷിക വിളകൾക്കപ്പുറം ഭക്ഷ്യവിളകൾക്കപ്പുറം എന്ത് നാണ്യവിളകൾ എന്താണോ അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിതരാകും. നമ്മൾ ഇന്ത്യ ചരിത്രം പറഞ്ഞപ്പോഴെല്ലാം അത് കൃത്യമായിട്ട് പറഞ്ഞതാണ് അല്ലേ. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിക്കും. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളടിക്കപ്പെടും. തദ്ദേശീയമായിട്ടുള്ള കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെടും. ഇതെല്ലാം വളരെ ഒബ്വിയസ് ആയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ പല രീതിയിൽ ഇതിനെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തതുമാണ്. സോ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഫാക്റ്റ് ഒന്നുമില്ല. കോളനികൾക്കും കമ്പോളങ്ങൾക്കും വേണ്ടിയുള്ള പരസ്പര മത്സരങ്ങളും സംഘർഷങ്ങളും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. അപ്പോൾ കോളനി കിട്ടുന്നതിന് വേണ്ടിയും കമ്പോളം കിട്ടുന്നതിന് വേണ്ടിയും ഈ സാമ്രാജ്യത്വ ശക്തികൾ തന്നെ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കിടയിലുള്ള യുദ്ധങ്ങൾ അങ്ങനെ ഉണ്ടായി. അങ്ങനെയാണ് ലോകയുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. സോ നമ്മൾ ഒന്നാം ലോകയുദ്ധത്തിലേക്ക് പോവുകയാണ്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതിന് വഴിതെളിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങളിൽ അവർക്കിടയിൽ ശത്രുത വളരുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ കോളനികൾക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. അപ്പോൾ ശത്രുവാണോ മിത്രമാണോ എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടി സഖ്യങ്ങൾ, പരസ്പരം ഒരേ മനസ്സുള്ള അല്ലെങ്കിൽ ഒരേ ആശയമുള്ള ആളുകൾക്ക് ആ ഒരു ഗ്രൂപ്പ് ആകുന്നതിന് വേണ്ടി സഖ്യം എന്ന ആശയം കൊണ്ടുവന്നു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയുന്നതിന് വേണ്ടി അന്ന് നിലവിൽ വന്ന സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യം, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റി അഥവാ ത്രികക്ഷി സൗഹാർദ്ദവും. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് ടേമുകളാണ്. സോ നമുക്കതിലേക്ക് കടക്കാം. ത്രികക്ഷി സഖ്യം എന്ന് പറയുമ്പോൾ ജർമ്മനി, ഓസ്ട്രിയ, ഹാംഗറി, ഇറ്റലി. ജർമ്മനി, ഇവിടെ ജർമ്മനി ഉണ്ട്, ഇവിടെ ഓസ്ട്രിയ ഹാംഗറി വരുന്നുണ്ട്, ഇവിടെ ഇറ്റലി വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ ത്രികക്ഷി സൗഹാർദ്ദം. ഇവിടെ വരുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇവിടെ വരുന്നത് ജർമ്മനി, ഓസ്ട്രിയ, ഹാംഗറി, ഇറ്റലി. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ത്രികക്ഷി സഖ്യം അല്ലേ, ഇത് ത്രികക്ഷി സഖ്യമാണ്. അപ്പോൾ ഈ സഖ്യമായിട്ട് വരുന്നത് ഒരു ഗേറ്റ് ആണെന്ന് ഓർക്കുക കേട്ടോ. ത്രികക്ഷി സഖ്യം ഒരു ഗേറ്റ് ആണ്. അപ്പോൾ ഗേറ്റ് ജർമ്മനിയിലെ ജി, ഓസ്ട്രിയ ഹാംഗറിയിലെ എ, ഇറ്റലിയിൽ നിന്ന് ഐയും ടിയും തൽക്കാലം നമ്മളെടുത്ത് എഴുതിയിട്ട് അതിനെ ഇങ്ങനെ ഗേറ്റ് ആക്കുന്നു. ഗേറ്റ്. ഇവിടെ വരുന്ന സമയത്ത് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട്സ് എന്നിങ്ങനെ എഴുതാൻ പോവാണ്. സാധാരണ സ്പെല്ലിംഗ് അല്ല നമ്മൾ എഴുതുന്നത്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഐക്ക് പകരം നമ്മൾ ഇ കൊടുക്കുകയാണ്. ഫ്രണ്ട്സ് എന്ന് ഇങ്ങനെ എഴുതാൻ പോവാണ്. അപ്പോൾ ത്രികക്ഷി ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തെ 3 അക്ഷരങ്ങൾ മാത്രം മതി. FRE, ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ് ഈ കഴിഞ്ഞിട്ട് N ആണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ അത് ഇംഗ്ലണ്ടാണ്. യൂറോപ്പ് ഒന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതും കൂടി പറഞ്ഞത് കേട്ടോ. ഫ്രണ്ട്സ്. അപ്പോൾ അത് ഇംഗ്ലണ്ടാണ്. ഓക്കെ അല്ലേ? ഇനി അത് മറന്നു പോകരുത്. ഇത്തരം സഖ്യങ്ങളുടെ രൂപീകരണം യൂറോപ്പിൽ ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. അവർ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിന്
യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിലൊന്നാണ് തീവ്രദേശീയത. അപ്പോൾ തങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ, അല്ലേ, യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡമാണല്ലോ. അപ്പോൾ യൂറോപ്പിലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വളർത്തിയ ഒരു ആശയമാണ് തീവ്രദേശീയത. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച മാർഗം തീവ്രദേശീയതയാണ്. മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇത് തീവ്രദേശീയത അഥവാ അഗ്രസീവ് നാഷണലിസം എന്നറിയപ്പെടുന്നു. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ദേശീയത വേണം. തീവ്രദേശീയതയുടെ പ്രശ്നം ഇതാണ്. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്നും സ്വന്തം രാജ്യം ചെയ്യുന്നത് എന്ത് അക്രമമാണെങ്കിലും എന്ത് അനീതിയാണെങ്കിലും അത് ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് തീവ്രദേശീയതയുടെ പ്രത്യേകത. തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ തീവ്രദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, പ്രതികാര പ്രസ്ഥാനം ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വെക്കുക. അപ്പോൾ ഇവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം പാൻ സ്ലാവ് പ്രസ്ഥാനം എന്താണെന്ന് പറയുന്നത്. പാൻ സ്ലാവ് മൂവ്മെൻറ്റ് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ റഷ്യയാണ് താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നത്. റഷ്യയുടെ ആഗ്രഹം കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് എന്ന വംശജരെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു, അതിനെ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. അപ്പോൾ പാൻ സ്ലാവ്, അവിടെ എസിൻ്റെ കൂടെ നമ്മൾ R വെക്കുന്നു, റഷ്യയുടെ. പാൻ സ്ലാവ് പ്രസ്ഥാനം റഷ്യയാണ്, റഷ്യ. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനം മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഇവിടെ ജർമ്മൻ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അവർ കൂട്ടുപിടിക്കാൻ ആഗ്രഹിച്ചത് ട്യൂട്ടോണിക് വർഗത്തെയാണ്. അപ്പം നമുക്ക് ട്യൂട്ടോണിക് വർഗത്തെ കിട്ടണം. അവർ ഉണ്ടായിരുന്നത് മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലുമാണ്. ഇനി പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് രാജ്യങ്ങളുടെ പേരോ വംശത്തിൻ്റെ പേരോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ രണ്ടും നമ്മൾ പഠിക്കേണ്ടി വരും, ശ്രദ്ധിക്കുക. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും ആൽസൈസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പ്രതികാര പ്രസ്ഥാനം. അപ്പോൾ ഫ്രാൻസാണ് ഇത് കൊണ്ടുവരുന്നത്, ഈ പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. അപ്പോൾ ആർക്കെതിരെയാണ്? ജർമ്മനിക്കെതിരെ ഫ്രാൻസ് കൊണ്ടുവരുന്നതാണ്. എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്? ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും ആൽസൈസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി, അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി. സോ ഇത് പഠിക്കുക. പാൻ സ്ലാവ്, അപ്പോൾ നമ്മൾ SR അവിടെ ലിങ്ക് ചെയ്തു. പാൻ സ്ലാവ് വംശജരെ കൂട്ടുപിടിക്കാൻ റഷ്യ ആഗ്രഹിച്ചു, അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. സെർബിയ, ബൾഗേറിയ പ്രദേശത്തിലുള്ള ഗ്രീസ് പ്രദേശത്തെ വംശജരാണ് സ്ലാവ്. ഇനി പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ നമ്മൾ GT എന്ന് പഠിച്ചു. അപ്പോൾ ജർമ്മനാണ് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കാനാണ്. അവരെവിടെയാണ് ഉണ്ടായിരുന്നത്? മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും. ഇനി പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ F വേഴ്സസ് G ആണ്. ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള സംഘർഷമാണ്. അപ്പോൾ ഫ്രാൻസാണ് ഇത് സ്ഥാപിക്കുന്നത്. ഫ്രാൻസ് സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത ആൽസൈസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ?
ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, പഠിച്ചു വെക്കുക. സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. അപ്പോൾ ഇങ്ങനെ പരസ്പരം മത്സരിക്കുമ്പോൾ എന്തായാലും പ്രതിസന്ധി ഉണ്ടാവും. ഈ രണ്ട് പ്രതിസന്ധികൾ വളരെ പ്രശസ്തമാണ്. ഇനി പറയാൻ പോകുന്ന രണ്ട് പ്രതിസന്ധികൾ, ഒന്ന് മൊറോക്കൻ പ്രതിസന്ധി, ബാൾക്കൺ പ്രതിസന്ധി. അപ്പോൾ ചരിത്രമൊക്കെ അധികം കേട്ട് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളോട് അധികം താല്പര്യമില്ലാത്ത ആളുകൾക്ക് ചരിത്രം മറന്നു പോയിട്ടുണ്ടാകും. സ്കൂളിൽ 10ാം ക്ലാസ്സിന് ശേഷം ചിലപ്പോൾ അവർ ആ ഒരു മേഖല നോക്കിയിട്ടുണ്ടാവില്ല. സോ വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കുക. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ഫയലോ വേറെ എന്ത് റെഫർ ചെയ്താലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രതിസന്ധികളാണ് മൊറോക്കൻ പ്രതിസന്ധി, മറ്റൊന്ന് ബാൽക്കൻ പ്രതിസന്ധി. അത് ഓരോന്നും എന്താ എന്ന് നമുക്ക് നോക്കാം. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊപ്പിട്ട രഹസ്യ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടീഷ് അംഗീകരിച്ചു. അപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും തമ്മിലൊരു ഉടമ്പടി ഉണ്ടായിരുന്നു, രഹസ്യ ഉടമ്പടി. അതുപ്രകാരം ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് മൊറോക്കോ ഫ്രാൻസിൻ്റെ ആധിപത്യത്തിലായിരിക്കും എന്ന് ബ്രിട്ടൻ അത് അംഗീകരിച്ചതാണ്. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. അപ്പോൾ ജർമ്മനി എന്ത് ചെയ്തില്ല, ഈ ഫ്രാൻസും ബ്രിട്ടനും തമ്മിലുള്ള ഈ ഒരു രഹസ്യ ധാരണ അവർ അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അഗാഡിറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടർന്നു. അപ്പോൾ ഇവിടെ വരുന്ന രാജ്യങ്ങളുടെ പേര്, ഒന്ന് ബ്രിട്ടൻ, മറ്റൊന്ന് ഫ്രാൻസ്, ദെൻ ജർമ്മനി. അപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു, മൊറോക്കോ ഫ്രാൻസിനുള്ളതാണ്. പക്ഷേ ജർമ്മനിക്ക് എന്ത് ചെയ്തില്ല, ഇത് ഇഷ്ടപ്പെട്ടില്ല. ജർമ്മനി മൊറോക്കോ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുത്തെ തുറമുഖത്തിൻ്റെ പേര് അഗാഡിറാണ്, അവിടെ യുദ്ധക്കപ്പൽ അയച്ചു. അപ്പോൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ഫ്രാൻസ് വന്നു. എന്നിട്ട് പറഞ്ഞു, ഫ്രഞ്ച് കോളനിയായ കോങ്കോ അതിൻ്റെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് തരാമെന്ന് പറഞ്ഞു. അത് കോംപ്രമൈസ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ രാജ്യങ്ങൾ ഞാനിങ്ങനെ എടുത്തു പറയുന്നത് ആ രാജ്യത്തിൻ്റെ പേരായിരിക്കും നിങ്ങൾക്ക് കുറേ കഴിഞ്ഞിട്ട് കൺഫ്യൂഷൻ വരുന്നത്. ഇനി ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായാണ് ബാൾക്കൺ മേഖല. അപ്പോൾ ബാൾക്കൺ മേഖല സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്താണ്. കണ്ടില്ലേ? ഈജിയൻ കടലും കരിങ്കടലും കണ്ടില്ലേ? ഇതിനിടയിലാണ് നമ്മുടെ ബാൾക്കൺ പ്രദേശങ്ങൾ വന്നിട്ടുള്ളത്. ദെൻ ഇത് ഒട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൺ സഖ്യം എന്ന് പറയുമ്പോൾ സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ ഇത് തുർക്കിയെ പരാജയപ്പെടുത്തി. 1912 ബാൾക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൺ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഇത് ബാൾക്കൺ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി. അപ്പോൾ ബാൾക്കൺ രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി അല്ലേ? ബാൾക്കൺ രാഷ്ട്രങ്ങൾ തുർക്കിയെ പരാജയപ്പെടുത്തിയെങ്കിലും അവർ തമ്മിൽ പ്രശ്നമുണ്ടായി. ബാൾക്കൺ രാഷ്ട്രം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ? സെർബിയ, ദെൻ ബൾഗേറിയ, മോണ്ടിനിഗ്രോ, വേറെ ഗ്രീസ് അല്ലേ? ഗ്രീസ് ഇവകളാണ് ബാൾക്കൺ സഖ്യം എന്ന് പറയുന്നത്. ഇവ തുർക്കിയെ പരാജയപ്പെടുത്തിയെങ്കിലും ഇവകൾക്കിടയിൽ പിന്നീട് ചെറിയ സംഘർഷങ്ങളുണ്ടായി. ഇതാണ് ബാൾക്കൺ പ്രതിസന്ധി. അപ്പോൾ ബാൾക്കൺ സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. സെർബിയ, ഗ്രീസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ STMB.
ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ആസ്ട്രിയയും ശ്രമിച്ചു. അപ്പം ബാൾക്കൺ പ്രദേശങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായെന്ന് പറയുമല്ലോ. അപ്പോൾ ആ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യയുടെ സഹായം ആര് കൂട്ടുപിടിച്ചു? സെർബിയ കൂട്ടുപിടിച്ചു. അതേപോലെ ജർമ്മനിയുടെ പിന്തുണ ആസ്ട്രിയയും പിടിച്ചു. ഈ സമയത്താണ് 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ച് കൊന്നത്. പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ ഈ ഒരു ബാൽക്കൻ പ്രദേശത്തിൽ സംഘർഷമുണ്ടാകുന്ന സമയത്ത് 1914 ജൂണിൽ ആസ്ട്രിയൻ കിരീടാവകാശിയായ അഥവാ ജർമ്മൻ പിന്തുണച്ച ആസ്ട്രിയയുടെ കിരീടാവകാശിയായിട്ടുള്ള ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന കിരീടാവകാശിയെ രാജകുമാരനെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയോവയിൽ വെച്ച് സെർബിയ ആരുടെ സഹായത്തിലായിരുന്നു? റഷ്യയുടെ സഹായത്തിലായിരുന്നു സെർബിയ ഉണ്ടായിരുന്നത്. സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു. സെർബിയയാണ് ഇതിന് ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു. തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഇതിൽ പങ്കാളികളായി. അതിനാൽ ഈ യുദ്ധം ഒന്നാം ലോക മഹായുദ്ധം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ യുദ്ധത്തിലേക്ക് വഴി തെളിച്ച ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബോസ്നിയൻ തലസ്ഥാനമായ സാരയോവിൽ വെച്ച് ആസ്ട്രിയൻ കിരീടാവകാശി ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ കൊന്നതാണ്. അപ്പോൾ ആസ്ട്രിയയും സെർബിയയും തമ്മിൽ ഓൾറെഡി ഒരു ക്ലാഷ് ഉള്ളതാണ്. അപ്പോൾ ആസ്ട്രിയയും സെർബിയയും തമ്മിൽ ക്ലാഷ് ഉണ്ടായാലുള്ള പ്രശ്നം, സെർബിയയ്ക്ക് ഓൾറെഡി റഷ്യൻ രാജ്യം എന്ത് ചെയ്തിട്ടുണ്ട്? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആസ്ട്രിയയ്ക്ക് ജർമ്മനിയും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അടിയാവും. റഷ്യയും ജർമ്മനിയും തമ്മിൽ അടിയുണ്ടാവും. ഇനി റഷ്യയുടെ കൂടെ നിൽക്കുന്ന കുറേ ടീമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, റഷ്യയുടെ കൂടെയുള്ള ആ ഫ്രണ്ട്സിലുള്ള കുറേ അല്ലേ, ഫ്രാൻസ് റഷ്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇംഗ്ലണ്ട്. ഇനി ഇപ്പുറത്ത് വരുമ്പോൾ ജർമ്മനിയുടെ കൂടെയും കുറേ ആളുകളുണ്ട്. ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവും. പിന്നെ അവരെ അനുകൂലിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പല രാജ്യങ്ങളും പ്രദേശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലായി. അങ്ങനെ ലോകം മുഴുവനും ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി വന്നു. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഒന്നാം ലോക മഹായുദ്ധം 1914 ആരംഭിക്കുന്നത്, 1918 അവസാനിച്ചു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. അഥവാ മരണവും പരിക്കും ഉണ്ടായി. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ വർദ്ധിച്ചു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. അപ്പോൾ യൂറോപ്പിന് കോളനികളിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു അല്ലേ. യൂറോപ്പ് തകർന്നുപോയി. കോളനികളിൽ പലതും അവർക്ക് തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലായി. ഇന്ത്യയിലും നമ്മുടെ നേതാക്കന്മാർ പ്രഷർ ചെലുത്തിയത് ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അല്ലേ. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. കണ്ടില്ലേ, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു. അപ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സഖ്യമാണ് ലീഗ് ഓഫ് നേഷൻസ്. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി വന്ന സർവരാഷ്ട്ര സഖ്യം. ഇനി യുദ്ധത്തെക്കുറിച്ചുള്ള സിനിമയുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗാങ് റെനോയുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിൻ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. ലെവിസ്
മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി ക്യൂബ്രിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി, ഇതും ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള സിനിമകളാണ്. SCRTയിൽ പറഞ്ഞിട്ടുള്ള സിനിമകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. സമാധാന ശ്രമങ്ങൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം, അഥവാ ആ ഒരു ത്രിസൗഹാർദ്ദം എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പാണ് ജയിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം 1919 പാരീസിൽ വെച്ച് നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ സമാധാന സമ്മേളനം നടക്കുന്നത് 1919 പാരീസിൽ വെച്ചാണ്. പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികൾ ഒപ്പിട്ടു. അതിൽ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായി സന്ധി. അപ്പോൾ ജർമ്മനിയിൽ വെച്ച് ഒപ്പിട്ട സന്ധിയുടെ പേരാണ് വേഴ്സായി സന്ധി. ഇതുപ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവനും സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധനഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. അപ്പോൾ സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണല്ലേ സഖ്യകക്ഷികൾ. അപ്പോൾ ജർമ്മനി എന്ത് ചെയ്തു? കോളനികൾ മുഴുവനും സഖ്യകക്ഷികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, വീതിച്ചു കൊടുത്തു. എന്നിട്ട് യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു. സമ്പന്നമായ ഖനി പ്രദേശങ്ങൾ സഖ്യകക്ഷികളൊക്കെ കൈക്കലാക്കി. എല്ലാറ്റിനുമുപരി യുദ്ധകുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ജർമ്മനി സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടിയതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ, കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ആ മിത്രങ്ങളാണെന്ന് കരുതി കൂടെ കൂട്ടിയതാണ്. പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൈയൊഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോവുകയും ചെയ്തു. ദെൻ സാമ്പത്തിക മാന്ദ്യം. യുദ്ധം നടന്നു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികമായിട്ട് ഏതൊരു രാജ്യവും ക്ഷയിക്കും അല്ലേ. ഒന്നാം ലോക യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ ആ ഒരു കെടുതി, നാശനഷ്ടങ്ങൾ അനുഭവിക്കാത്ത രാജ്യം അമേരിക്കയാണ്. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. കാരണം യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. അവർ അമേരിക്കയിൽ നിന്നാണ് വായ്പകൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്ക അങ്ങോട്ട് സമ്പന്നമായി. അതോടെ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി. അപ്പോൾ ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളർ ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനമായി മാറാനുള്ള കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങൾ വൻതോതിൽ വായ്പകൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രസ്താവന പഠിച്ചു വെക്കുക. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വന്നു. ഒന്നാം ലോക മഹായുദ്ധം അമേരിക്കയ്ക്ക് നല്ലൊരു വളമായി. എന്നാൽ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം ദീർഘകാലം നീണ്ടു നിന്നില്ല. 1929 ലോകത്തെ ആകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ചത് അമേരിക്കയിലായിരുന്നു അല്ലേ. അപ്പോൾ അവരൊന്ന് എഴുന്നേറ്റ് വന്നതായിരുന്നു. വീണ്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ വീണ്ടും അവർക്ക് നല്ലൊരു പ്രഹരം കിട്ടി. 1929 ലോകത്തെ ആകമാനം ബാധിച്ച ഒരു സാമ്പത്തിക മാന്ദ്യം വന്നു. ആ സാമ്പത്തിക മാന്ദ്യം തുടങ്ങുന്നത് തന്നെ അമേരിക്കയിലായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലങ്ങൾ? ഇതൊക്കെ പഠിക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കോമൺ ആയിട്ടുള്ള വിവരങ്ങളാണ്. യുദ്ധം പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതായി. അപ്പോൾ പൈസ ഉണ്ടെങ്കിലല്ലേ സാധനം വാങ്ങാൻ കഴിയൂ. ഇപ്പോൾ യുദ്ധം കാരണം പാപ്പരായിപ്പോയുള്ള ജനങ്ങൾക്ക് സാധനം വാങ്ങാനുള്ള കാശ് തന്നെ കയ്യിലില്ല. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അപ്പോൾ ഫാക്ടറീസ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും അത് വാങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ സാധനങ്ങളെല്ലാം ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. അപ്പോൾ അമേരിക്കയ്ക്ക് പൈസ കിട്ടാനുണ്ട്, പക്ഷെ ആർക്കും അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള താല്പര്യമില്ല. അതോടെ ബാങ്കുകൾ തകർന്നു, പണപ്പെരുപ്പം വർദ്ധിച്ചു, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി അല്ലെ. ബാങ്ക് തകർന്നാൽ പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും. പണപ്പെരുപ്പം വർദ്ധിച്ചു, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗമാണ് തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക. അപ്പോൾ തങ്ങളുടെ പ്രശ്നം ഒന്ന് മറികടക്കുന്നതിന് വേണ്ടി അവർ ആ ഭാരം നേരെ കോളനികളിൽ വെച്ചു കൊടുത്തു. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും കോളനികളുടെ ജനങ്ങളുടെ ചുമലിലായി.
ഇനി നമുക്ക് കറുത്ത വ്യാഴാഴ്ച എന്നൊരു ടേം നോക്കാം. കറുത്ത വ്യാഴാഴ്ച 1929 ഒക്ടോബർ 24-ന് 1929 ഒക്ടോബർ 24-ന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അപ്പം ന്യൂയോർക്കിൽ അവിടുത്തെ ഓഹരി കമ്പോളത്തിൽ ഉണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. അപ്പോൾ ഓഹരി കമ്പോളത്തെ തകർത്ത കാര്യങ്ങൾ ഓർക്കുക. നിക്ഷേപകർ കൂട്ടമായിട്ട് പിന്മാറി, ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമം നടന്നു. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തകരാറിലായി. ഇതൊക്കെയായിരുന്നു ആ ഒരു സാമ്പത്തിക മാന്ദ്യം പൂർണ്ണമായിട്ടും ലോകത്തെ വിഴുങ്ങാനുള്ള ചില കാരണങ്ങൾ. സോ ഇനി നമ്മൾ ഫാഷിസവും നാസിസത്തിലേക്ക് വരികയാണ്. നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള രണ്ട് ടേമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയിലെ ഒരു കോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചാർലി ചാപ്ലിൻ്റെ സിനിമയുടെ പേരാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അപ്പോൾ അദ്ദേഹം ചാർലി ചാപ്ലിൻ ഹിറ്റ്ലറിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഇറക്കിയ ഒരു ഫിലിമാണ്. എന്നെ ശ്രവിക്കുന്നവരോട് നിരാശപ്പെടരുത് എന്ന് ഞാൻ പറയുന്നു. മനുഷ്യൻ്റെ അത്യാർത്തിയാണ് മനുഷ്യൻ്റെ ദുരന്തമായി പരിണമിച്ചത്. മനുഷ്യവിദ്വേഷം ഇല്ലാതാക്കുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം നശിക്കില്ല. അപ്പോൾ എത്രമാത്രം ഏകാധിപതികൾ ശ്രമിച്ചാലും അവസാനം അവർ നശിക്കും. ഭരണവും അധികാരവും സാധാരണ ആളുകളുടെ കയ്യിൽ തന്നെ എത്തും. ഒന്നാം ലോക യുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വേച്ഛാധിപത്യ ഭരണത്തിലുള്ള ആളുകളെക്കുറിച്ച് ചാർലി ചാപ്ലിൻ്റെ നിരീക്ഷണമായിരുന്നു മുകളിൽ പറഞ്ഞത്. അത്തരം ഭരണകൂടങ്ങൾ രൂപപ്പെടാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഏകാധിപതികൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉയർന്നു വന്നു എന്നതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും നഷ്ടങ്ങളാണ്, വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും. പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. ജനങ്ങൾ തൊഴിൽ രഹിതരായി. നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിച്ചു. ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങളായിരുന്നു ഇറ്റലിയിലെ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും. അപ്പോൾ ഈ ലോകത്തിൽ നടന്ന അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ, രണ്ട് ആശയങ്ങളാണ് ഫാഷിസവും നാസിസവും. ഇറ്റലിയിലാണ് ഫാഷിസം, ജർമ്മനിയിലാണ് നാസിസം. മാറിപ്പോകരുത്, പല ആളുകൾക്കും അത് കൺഫ്യൂഷൻ ഉള്ളതാണ് കേട്ടോ. അപ്പം ഇറ്റലിയിലാണ് ഫാഷിസം വരുന്നത്, ജർമ്മനിയിലാണ് നാസിസം വരുന്നത് കേട്ടോ. ഇഫ് എന്ന് ഓർത്താൽ മതി. ഇഫ് ഇറ്റലി ഫാഷിസം, ഇഫ്. അപ്പോൾ ബാക്കി നാസിസം ജർമ്മനിക്കാണെന്ന് നമുക്ക് അല്ലാതെ തന്നെ കിട്ടും. ഇഫ്. സാമ്പത്തിക തളർച്ച, യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവം, ലക്ഷ്യബോധമില്ലായ്മ തുടങ്ങിയ ഘടകങ്ങൾ ഇവയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കി. ഫാഷിസത്തിൻ്റെ ചില സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാഷിസം എന്ന വേർഡ് നമുക്ക് നോക്കാം. ലാറ്റിൻ പദമായ ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ ഒരു മഴുവും എന്നാണ്. ഒരു കെട്ട് ദണ്ഡും അതിനു മുകളിൽ മഴുവും. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. അപ്പോൾ ഫാഷിസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ: ഒന്ന്, ജനാധിപത്യത്തോട് അവർക്ക് വിരോധം ഉള്ളത്, സോഷ്യലിസത്തോടും എതിർപ്പും. അപ്പോൾ ജനാധിപത്യത്തോടും സോഷ്യലിസത്തോടും അവർക്ക് എന്തില്ല, താല്പര്യമില്ല. രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, രാഷ്ട്രത്തെ വലിയ സംഭവമായിട്ടാണ് പറയുന്നത്. ദെൻ വംശമഹിമ, വംശബോധം ഭയങ്കരമായിരിക്കും. യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, യുദ്ധം വലിയൊരു കാര്യമായിട്ടായിരിക്കും അവർ ചിത്രീകരിക്കുക. ദെൻ തീവ്ര ദേശീയത പ്രചരിപ്പിക്കൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തീവ്ര ദേശീയത, നമ്മുടെ രാജ്യം എന്ത് ചെയ്താലും ശരി, നമ്മുടെ രാജ്യമാണ് നല്ലത്, ബാക്കി രാജ്യങ്ങളൊന്നും നല്ലതല്ല. ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, കഴിഞ്ഞ കാലം എത്ര മനോഹരമായിരുന്നു, ആ രീതിയിലാണ് നമ്മൾ ആകേണ്ടതെന്നുള്ള ചിന്ത.
കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലുള്ള ആശയപ്രചരണം. അപ്പോൾ അവർ വിദ്യാഭ്യാസത്തിലൂടെയും കലയിലൂടെയും സാഹിത്യത്തിലൂടെയും അവരുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സൈനിക സ്വേച്ഛാധിപത്യം, സൈനികർക്ക് നല്ല സ്വാതന്ത്ര്യമായിരിക്കും. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് എതിരാളികൾ ഉണ്ടെങ്കിൽ അവരെ കൊലപ്പെടുത്തും. ആരോഗ്യകരമായിട്ട് നേരിടുകയോ സംവാദങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഫാഷിസം. അപ്പോൾ ഫാഷിസം എവിടെയാണ് വരുന്നത്? ജർമ്മനിയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഫാഷിസത്തെ കുറിച്ച് നമുക്ക് നോക്കാം. മുസോളിനിയും ഫാഷിസവും. അപ്പോൾ മുസോളിനി എന്ന പേരിനോടുകൂടി ഫാഷിസത്തെ ചേർത്ത് വെക്കുക. ഫാഷിസം ജർമ്മനിയിലല്ല, ഇറ്റലിയിലാണ്. എടാ സോറി, ഇഫ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഇഫ് ആകുമ്പോൾ ഇറ്റലി ഫാഷിസം. ഇഫ് ഓർത്തിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും. എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന ഒരു ഫാക്റ്റാണത്. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് പറഞ്ഞത് മുസോളിനിയാണ്. അപ്പോൾ സ്ത്രീക്ക് മാതൃത്വം എന്ന് പറയുന്നത് വളരെ നോബിളായിട്ടുള്ളൊരു സംഗതിയാണ് അല്ലേ. അതേപോലെയാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം. അതൊരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയില്ല. ഇറ്റലിയിൽ ഫാഷിസ്റ്റ് ഭരണത്തിൽ നേതൃത്വം കൊടുത്തത് ബെനിറ്റോ മുസോളിനി ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഫാഷിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്താനിടയായ സാഹചര്യം നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിൽ ഇറ്റലി വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ലേ. എന്നിട്ടും ഇറ്റലിക്ക് എന്താ ഉണ്ടായില്ല? വലിയ ലാഭമൊന്നും ഉണ്ടായില്ല. ഫ്രണ്ട്സ് അല്ല, ഗേറ്റ് ആണ് അല്ലേ. ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നകറ്റി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ജനങ്ങൾക്ക് രാജ്യത്തോട് താല്പര്യമില്ലാതായി. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഭയം ഫാഷിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഇപ്പോൾ രാജ്യം സോഷ്യലിസ്റ്റായി കഴിഞ്ഞാൽ അവരുടെ അധികാരം നഷ്ടപ്പെടും അല്ലേ. തൊഴിലാളി വർഗ്ഗങ്ങൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് ഫാഷിസത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് നല്ലത് എന്ന് അവർക്ക് തോന്നി. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വിജയികളെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അതൊന്ന് ഓർക്കുക. നമ്മുടെ ഏത് സഖ്യ കക്ഷികളാണ് വിജയിച്ചതെന്ന് കൃത്യമായിട്ടും ഓർക്കുക. ഞാനവിടെ പറഞ്ഞ സമയത്ത് അവിടെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. ഒന്നാം ലോക യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് അല്ലേ. ബ്രിട്ടൻ, ഫ്രാൻസ്. ബാക്കി നോക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ഫാഷിസത്തെ കുറിച്ചാണ്. രാജ്യം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന് ഭയന്ന ഫാഷിസത്തെ പിന്തുണയ്ക്കാൻ സമ്പന്നരെ പ്രേരിപ്പിച്ചു. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. ഇറ്റലിയിൽ അധികാരത്തിലേറിയ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സ്വേച്ഛാധിപത്യപരമായ നടപടികൾ കൈക്കൊണ്ടു. അക്രമത്തിൻ്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ സമ്പന്നർക്ക് ഫാഷിസത്തോട് നല്ല താല്പര്യമായിരിക്കും. ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൻ്റെ പുനർസ്ഥാപനമായിരുന്നു മുസോളിനിയുടെ ലക്ഷ്യം. നമ്മൾ പറഞ്ഞില്ലേ, ഭൂതകാലത്തോടായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ പ്രാചീന റോമാ സാമ്രാജ്യം പുനർസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി പ്രാചീന റോമൻ ഭരണത്തിൻ്റെ പല മുദ്രകളും അദ്ദേഹം സ്വീകരിച്ചു. ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് കരിങ്കുപ്പായക്കാർ, അപ്പോൾ ഫാഷിസവുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. ആക്രമണോത്സുകമായ വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു. അപ്പോൾ അദ്ദേഹം വിദേശ നയത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു ആക്രമണ സ്വഭാവമാണ് കാണിച്ചത്. എത്യോപ്യ, അൽബേനിയ പോലുള്ള രാജ്യങ്ങൾ ഇദ്ദേഹം അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ലോകരാജ്യങ്ങളെ മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഇറ്റലി ഇങ്ങനെ സാമ്രാജ്യത്വ മോഹവുമായിട്ട്
ഒരു ഭരണം കാഴ്ചവെച്ചത് മറ്റുള്ള രാജ്യങ്ങൾക്കും അടുത്തൊരു യുദ്ധത്തിലേക്കുള്ള പ്രതീതികൾ കൊണ്ടുവന്ന് എത്തിക്കാനുള്ള കാരണമായി. അപ്പോൾ നമ്മൾ വിജയിച്ച ഇറ്റലി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്കതൊന്ന് വിജയിച്ച ഇറ്റലി എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്ന ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തേക്ക് ചേർന്നു. പക്ഷത്തേക്ക് ചേർന്നു, എന്നിട്ട് കൂറുമാറി. അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നത് അല്ലേ. ഇറ്റലി തുടക്കത്തിൽ ആരുടെ കൂടെയായിരുന്നു? ഇറ്റലി യുദ്ധം തുടങ്ങുന്ന സമയത്ത് ബ്രിട്ടൻ്റെയും അഥവാ ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കൂടെ ആയിരുന്നു. പിന്നീട് യുദ്ധം അവസാനിക്കുമ്പോൾ നേരെ അവിടെ നിന്ന് മാറി ഇറ്റലി എവിടെ വന്നു? വിജയിച്ച ആളുകളുടെ കൂട്ടത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഇറ്റലി വിജയിച്ചവരായി മാറിയത്. അപ്പോൾ ആദ്യമേ ആരുടെ കൂട്ടത്തിലുള്ളതല്ല, വിജയിച്ച ഗ്രൂപ്പിൻ്റെ കൂടെയല്ല ഇറ്റലി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റലിക്ക് വലിയ നേട്ടങ്ങളൊന്നും കിട്ടാത്തത് കേട്ടോ. അപ്പോൾ ഇറ്റലി കൂറുമാറിയിട്ടുണ്ട് എന്ന് ഓർക്കുക കേട്ടോ. ദെൻ മെറ്റിയോറ്റി, ഇറ്റലിയുടെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു മെറ്റിയോറ്റി. അപ്പോൾ ഇറ്റലിയിലും സോഷ്യലിസ്റ്റ് ചിന്തകരുണ്ടായിരുന്നു. ഫാഷിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരന് അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാഷിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാഷിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടി വധിച്ചു. ഇപ്പം എന്തായാലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളെ അവർ വെച്ച് പൊറപ്പിക്കില്ലല്ലോ. ഇതാണ് ഇറ്റലിയും അവിടെ ഉണ്ടായിരുന്ന മുസോളിനിയും. ഇനി നമുക്ക് ഹിറ്റ്ലറിലും നാർസിസത്തിലേക്കും വരാം. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഇത് നിങ്ങൾ കേട്ടിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടായിരിക്കും. ജർമ്മൻ പുരോഹിതനായിട്ടുള്ള പാസ്റ്റർ മാർട്ടിൻ നിമോയൽ പറഞ്ഞതാണ്. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് പ്രതിഷേധിച്ചില്ല. പിന്നീട് ട്രേഡ് യൂണിയൻകാരെ തിരക്കി വന്നു. ഞാനതല്ലാത്തതുകൊണ്ട് ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് ജൂതരെ തേടി വന്നു. ഞാൻ ജൂതനല്ലാത്തതുകൊണ്ട് ഞാൻ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ തേടി വന്നത് എന്നെ ആയിരുന്നു. ആ സമയത്ത് പ്രതികരിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫാഷിസം ആയാലും നാസിസം ആയാലും അത് എല്ലാ മനുഷ്യരുടെയും പൊതു ശത്രുവാണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കണം എന്നാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത്. ഫാഷിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ്. ഫാഷിസം ഇറ്റലിയിലാണ് അല്ലേ, അതിൻ്റെ ജർമ്മൻ പതിപ്പാണ്. അപ്പോൾ ഇറ്റലിയിൽ ഫാസിസം എന്താണോ ചെയ്തത് അത് തന്നെയാണ് ജർമ്മനിയിൽ നാസിസവും ചെയ്യുന്നത്. നാസി പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ചില ഘടകങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായി സന്ധി. അപ്പോൾ ജർമ്മനിയുടെ സഖ്യകക്ഷികളെല്ലാം കൂടി ചേർന്ന് ഉള്ളതെല്ലാം പിടിച്ച് കൊണ്ടുപോയി പിന്നെ വേഴ്സായി സന്ധിയിൽ ഒപ്പിടിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച ആ ഒരു വേഴ്സായി സന്ധിയാണ് ഹിറ്റ്ലർക്ക് വളം വെച്ചു കൊടുത്തത്. ദെൻ സാമ്പത്തിക തകർച്ച, പണപ്പെരുപ്പം, ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും. അപ്പോൾ ജർമ്മനിലെ കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലായിരുന്നു. അപ്പം ഇതെല്ലാം ജർമ്മനിയിൽ ഹിറ്റ്ലറിന് ഒരു വളക്കൂറുണ്ടാക്കി കൊടുത്തു. തൻ്റെ സംഘാടന മികവും പ്രസംഗപാഠവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി. അപ്പോൾ ഇവിടെ ഇടയിൽ ഒരു ജൂതർ എന്നൊരു ടേം വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യലിസം, കമ്മ്യൂണിസം, ജനാധിപത്യം എന്നിവർക്ക് പുറമെ ജൂതരും ഈ ഒരു ഹിറ്റ്ലറിൻ്റെ പൊതുശത്രുവായിരുന്നു. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതരാണെന്ന് ഹിറ്റ്ലർ വാദിച്ചു. അപ്പോൾ ജർമ്മനി ഇത്രയേറെ അപമാനിക്കപ്പെടാനുള്ള കാരണക്കാർ ജൂതരാണ്. അതുകൊണ്ട് ജൂതർ നമ്മുടെ ശത്രുക്കളാണെന്ന് ഇയാൾ പ്രചരിപ്പിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു. ഇത് ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ജൂതന്മാരെ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് കൂട്ടക്കൊല ചെയ്തു. ഈ കൂട്ടക്കൊല ചെയ്തതിനെയാണ് ഹോളോകാസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇതിനായി തവിട്ട് കുപ്പായക്കാർ, അപ്പോൾ കറുത്ത കുപ്പായക്കാർ മുസോളിനിയായിട്ട് ബന്ധപ്പെട്ടതാണ്. തവിട്ട് കുപ്പായക്കാർ ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ, അത് ഓർത്തിരിക്കുക.
അതൊരു സൈന്യമാണ്. ദെൻ അവരുടെ ഹിറ്റ്ലറിൻ്റെ രഹസ്യ സംഘം ഗെസ്റ്റപ്പോ ആണ്. ഹിറ്റ്ലറിൻ്റെ രഹസ്യ സംഘം ഗെസ്റ്റപ്പോയും സൈനിക സംഘം തവിട്ടു കുപ്പായക്കാർ ബ്രൗൺ ഷർട്ട്സുമാണ്. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ജൂതന്മാരെ അപഹസിക്കുകയും ആര്യന്മാരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നാസി പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെ അവിടെ നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധിതമാക്കി. അപ്പം നിർബന്ധിത സൈനിക സേവനം കൊണ്ടുവന്നു. വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. അപ്പോൾ വേഴ്സായി സന്ധി അത് ശരിയായില്ല, അത് നമ്മൾ തിരിച്ചടിക്കേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇളക്കി വിട്ടു. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയെ ആശയ പ്രചാരണത്തിന് ഉപയോഗിച്ചു. ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത് ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു. ആസ്ട്രിയ, ചെക്കോസ്ലാവാക്കിയ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. അപ്പോൾ അതൊക്കെ അവരുടെ ശത്രുക്കളാണ് അല്ലേ, കൂടെ ഉണ്ടായിരുന്ന സഖ്യങ്ങളാണെങ്കിലും ശത്രുക്കളാണ്. ദെൻ ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു. അപ്പോൾ ഇറ്റലി ഇവരുടെ സമാനമായിട്ടുള്ള ചിന്താധാരയാണല്ലോ, അതുകൊണ്ട് ഇറ്റലിയോടും ജപ്പാനോടും ഇവർക്ക് ഒരു അനുഭാവപൂർണമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റ് രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അതൊരു മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോൾ ഇറ്റലി, ജപ്പാൻ, നമ്മൾ ഈ പറയുന്ന ജർമ്മനി, ഇതൊരു ഭാഗത്തും മറ്റ് രാജ്യങ്ങൾ മറ്റൊരു ഭാഗത്തുമായി നിന്നുകൊണ്ട് അടുത്തൊരു യുദ്ധത്തിനുള്ള പുറപ്പാടായിരുന്നു ഒരുങ്ങുന്നത്. അപ്പോൾ ഇതാണ് ജൂതരെയും കമ്മ്യൂണിസ്റ്റുകളെയും കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയ സന്ധിയല്ല, നാസി കേട്ടോ. നാസികൾ കൂട്ടക്കൊല ചെയ്യുന്ന ദൃശ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള പിക്ചേഴ്സാണ്, നമുക്കത് നോക്കാൻ തന്നെ കഴിയില്ല. ദെൻ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. PSC ചോദിച്ചിട്ടുള്ളതാണ്. നാസി വാഴ്ചക്കാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഒളിച്ചു കടന്നു. എന്നാൽ നാസികളുടെ പിടിയിൽ അകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു. അവർ അടയ്ക്കപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ പേരാണ് ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഈ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഓർത്തിരിക്കുക. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പിൽ നിന്നാണ് പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ലോകം അറിയുന്നത് അല്ലേ. ദെൻ ചെമ്പകരാമൻ പിള്ളയും നാസികളും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പകരാമൻ പിള്ള. അപ്പോൾ മലയാളിയായിട്ടുള്ള ചെമ്പകരാമൻ പിള്ള കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൻ്റെ വിദേശകാര്യമന്ത്രി ചെമ്പകരാമൻ പിള്ളയാണ്. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശിനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഹിറ്റ്ലറോടും നാസികളോടും അകന്നതോടെ അവരുടെ ശത്രുവായി. അപ്പോൾ ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള അദ്ദേഹം അവിടെ അംഗത്വമുള്ള ഏക വിദേശിയായിരുന്നു. പക്ഷേ ഹിറ്റ്ലറോടും നാസികളോടും അദ്ദേഹത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ ശത്രുക്കളായി മാറി. അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്തു. ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദിയെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ചെമ്പകരാമൻ പിള്ള എന്ത് ചെയ്തു? നാസികളുടെ കൈയാൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മതിയായ രേഖകൾ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഉറപ്പിച്ച് പറയാത്തത്. ഓക്കെ അല്ലേ? ഇതിനടുത്തിലേക്ക് വരാം. ഫാഷിസം നാസിസത്തിൻ്റെ പൊതുഗുണങ്ങൾ ഫില്ല് ചെയ്യാനാണ്. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ സൊല്യൂഷൻസൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. രണ്ടാം ലോകയുദ്ധം. ഒന്നാം ലോകയുദ്ധം അവസാനിച്ച് 20 വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു.
1939 മുതൽ 1945 വരെ നടന്ന രണ്ടാം ലോകയുദ്ധത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാം. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. 1939 മുതൽ 1945 വരെ രണ്ടാം ലോക മഹായുദ്ധം നടന്നു. ആ രണ്ടാം ലോക മഹായുദ്ധം നടക്കാനുള്ള കാരണമാണ് നമ്മൾ പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ കോളനികൾ വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരമാണ് ഇങ്ങനെ കൈവശപ്പെടുത്തിയത്. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. ജർമ്മനിക്കും ഇറ്റലിക്കും കോളനിയോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു. ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി. നമ്മൾ നേരത്തെ പറഞ്ഞു, ജർമ്മനി ഇറ്റലിയുടെയും ജപ്പാന്റെയും സഹായം തേടി അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നു എന്ന് പറയും. അപ്പോൾ ഇവർ മൂന്ന് പേരും ചേർന്ന് മറ്റു രാജ്യങ്ങളെ കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ അവിടെ കോളനി സ്ഥാപിച്ച ഒരു സഖ്യമാണ് അച്ചുതണ്ട് സഖ്യം, ആക്സിസ് പവേഴ്സ്. അപ്പം അച്ചുതണ്ട് സഖ്യം എന്ന് പറയുമ്പോൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇതിനെതിരായി ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക സഖ്യത്തിന് രൂപം നൽകി. ഈ സഖ്യകക്ഷികളെ നമ്മൾ പറയുന്ന പേരാണ് സഖ്യശക്തികൾ. അപ്പോൾ ഇവിടെ രണ്ട് ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഒന്ന് അച്ചുതണ്ട് സഖ്യം, അതിൽ വരുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇവർക്ക് എതിരെ വന്ന സൈനിക സഖ്യമാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന ചേർന്നിട്ടുള്ള സഖ്യശക്തികൾ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. നോക്കിയോളൂ, അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഇവർ മൂന്ന് പേരും ഒരു ടീമായി എന്നത് നിങ്ങൾക്ക് സംശയം വരില്ല. പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട പേര് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈനയാണ്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇത് നമുക്ക് EFC എന്ന രീതിയിൽ ഓർക്കാം. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന അല്ലേ. KFC പോലെ നമ്മൾ K മാറ്റിയിട്ട് E കൊടുക്കുന്നു, EFC. പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. അപ്പോൾ അമേരിക്കയും ആരുടെ ടീമിലായിരുന്നു? അമേരിക്കയും സോവിയറ്റ് യൂണിയനും നമ്മൾ രണ്ടാമത് പറഞ്ഞ സഖ്യശക്തികളുടെ കൂടെയായിരുന്നു അല്ലേ. ഫാഷിസ്റ്റ് വിരുദ്ധ സഖ്യത്തോടൊപ്പം ചേർന്നു. അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെട്ടു. അപ്പോൾ അവരുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? സർവ്വരാഷ്ട്ര സഖ്യത്തിന് കഴിഞ്ഞില്ല. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ എന്ത് ചെയ്തില്ല? ചെറുത്തില്ല, പ്രതിരോധിച്ചില്ല. മാത്രമല്ല അവർ ചെയ്തത് എന്താ? സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള സോവിയറ്റ് യൂണിയനെയാണ് അവർ മുഖ്യ ശത്രുവായിട്ട് കണ്ടത്. അവർ മുതലാളിത്ത രാജ്യമായതുകൊണ്ട് തന്നെ അവരുടെ ശത്രു സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു. ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണന നയം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ പ്രീണന നയം എന്ന് പറയുന്നത് ഈ അച്ചുതണ്ട് ശക്തികൾ മറ്റു രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമ്പോഴും അവർക്കെതിരെ നിൽക്കേണ്ട ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് ചെയ്തില്ല? ഈ ഒരു ആക്രമണങ്ങളെ പ്രതിരോധിച്ചില്ല. മറിച്ച് സോഷ്യലിസ്റ്റ് യൂണിയനെ, സോവിയറ്റ് യൂണിയനെ തങ്ങളുടെ മുഖ്യ ശത്രുവായിട്ട് കണ്ട് ഇവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ഇതിനെ പ്രീണന നയം എന്ന് പറയുന്നു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു. അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ ജർമ്മനി പോളണ്ട് ആക്രമിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. ദെൻ മ്യൂണിക് ഉടമ്പടി. പ്രീണന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1938 മ്യൂണിക് ഉടമ്പടി. ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻലാൻഡ് എന്ന പ്രദേശത്തിന്
മേൽ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു. തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാഷ്ട്രങ്ങളിലെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമ്മേളിച്ചു. ചെക്കോസ്ലാവാക്കിയെ ഇതിൽ ക്ഷണിച്ചില്ല. ഈ സമ്മേളനം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സ്വന്തം രാജ്യത്തെ വിളിക്കാതെയാണ് അവർ ചർച്ച നടത്തിയത്. കാരണം ബ്രിട്ടനും ഫ്രാൻസിനും ഒന്നും ചെക്കോസ്ലോവാക്യയോട് താല്പര്യമില്ല. കാരണം അത് ഒരു സോവിയറ്റ് യൂണിയനിൽ പെട്ടതാണല്ലോ. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് മ്യൂണിക് ഉടമ്പടി. മ്യൂണിക് ഉടമ്പടി. സ്വാഭാവികമായിട്ടും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്ക് ബ്രിട്ടനോടും ഫ്രാൻസിനോടും ദേഷ്യം ഉണ്ടാവും അല്ലേ. ദെൻ അനാക്രമണ സന്ധി. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ഒരു അനാക്രമണ സന്ധി ഒപ്പിട്ടു. ഈ സന്ധി പ്രകാരം പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ട് പങ്കുവെക്കാമെന്നും വ്യവസ്ഥ ചെയ്തു അല്ലേ. ആരൊക്കെയാണ്? സോവിയറ്റ് യൂണിയനും ജർമ്മനി. അപ്പോൾ നിങ്ങൾ ആക്രമിക്കേണ്ട കാര്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, പോളണ്ട് പങ്കിട്ടെടുക്കാം. എന്നാൽ 1941 ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചതോടെ ഈ കരാർ അവസാനിച്ചു. അപ്പോൾ ഹിറ്റ്ലർ എന്ത് ചെയ്തില്ല? കരാർ പാലിച്ചില്ല. ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ചു 1941. അങ്ങനെ 1939 യുദ്ധം ഉണ്ടായി. യുദ്ധം എന്താണ് ബാക്കി വെച്ചത് നോക്കാം. സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു. അപ്പോൾ യുദ്ധത്തിലേക്ക് സോവിയറ്റ് യൂണിയനും അമേരിക്കയും കൂടി ചേർന്നു അല്ലേ. സോവിയറ്റ് യൂണിയനും അമേരിക്കയും കൂടി യുദ്ധത്തിലേക്ക് വന്നു. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായപ്പോൾ ആ ഒരു ആക്രമണം താങ്ങാൻ ഇറ്റലിക്കും ജർമ്മനിക്കും കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? കീഴടങ്ങി. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിച്ചു. ഈ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു അല്ലേ. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു, മുസോളിനിയെ നാട്ടുകാർ വന്നു. ജപ്പാൻ അപ്പോഴും കീഴടങ്ങാൻ തയ്യാറാകില്ല. പിന്നെ ബാക്കിയുള്ളത് ജപ്പാനാണ് അല്ലേ. അച്ചുതണ്ട് ശക്തിയിൽ ബാക്കിയുള്ളത് ജപ്പാനാണ്. ജപ്പാനെ കീഴടക്കാനായി സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാനിലേക്ക് നീങ്ങി. ഏതിലൂടെ? ട്രാൻസ് സൈബീരിയയിലൂടെ. എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിന് മുമ്പ് അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ ജപ്പാനും കീഴടങ്ങി. അപ്പോൾ ഈ ഒരു അണുബോംബ് വർഷിച്ച സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചോദിച്ചതാണ്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അണുബോംബ് ഇടുന്നത്. ലിറ്റിൽ ബോയ് എന്നാണ് അണുബോംബിൻ്റെ പേര് അല്ലേ. ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ്. ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്നാണ് ബോംബ് കൊണ്ട് നാഗസാക്കിയിൽ ഇട്ടു. അതോടെ ജപ്പാനും കീഴടങ്ങി. ഈ അണുബോംബ് വർഷിച്ചതിൻ്റെ ആ ദൃശ്യങ്ങളാണ്. അണുബോംബ് വർഷിക്കുന്നു, ആ സമയത്ത് നിലച്ചുപോയ ക്ലോക്ക്, ബോംബ് വർഷിച്ചതിന് ശേഷമുള്ള ഹിരോഷിമ. അപ്പോൾ പോൾ ഹാർബർ ആക്രമണം, പ്രശസ്തമായിട്ടുള്ള പോൾ ഹാർബർ ആക്രമണം നമ്മൾ പറഞ്ഞില്ലേ. പോൾ ഹാർബർ ആക്രമിച്ചു എന്ന് പറഞ്ഞില്ലേ. 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പോൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങളാണ് ജപ്പാൻ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള കാരണം ജപ്പാൻ അവരുടെ പോൾ ഹാർബർ ആക്രമിച്ചതാണ് കേട്ടോ, 1941. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് പല അടികളും അല്ലേ. ജപ്പാനിൽ അമേരിക്ക ബോംബ് വർഷിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാം ലോക യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കാം അല്ലേ. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. സാമ്പത്തിക നില, യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറി. അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായിട്ട് മാറുന്നത്. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്രസഭ, ഇപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്നതാണ്. യുണൈറ്റഡ് നേഷൻസ് വരുന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ്. ദെൻ അടുത്തൊരു ടേമാണ് ഹിബാക്കുഷുകൾ. ഹിബാക്കുഷ്, ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ് ഹിബാക്കുഷ്. അപ്പോൾ ഹിബാക്കുഷുകൾ എന്ന് പറഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണ്. അണുവികിരണത്തിൻ്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാക്കുഷുകൾ ജപ്പാനിലുണ്ട്. ദെൻ സമാധാനത്തിലേക്ക് വരികയാണ്. ഒക്ടോബർ 24 എന്താണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണ്.
ഒക്ടോബർ 24 UN ദിനമാണ്. ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സഭയുടെ ദിനമാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം സർവ്വരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപീകരിച്ചെങ്കിലും അത് ലോകസമാധാനം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു, അല്ലേ, ലീഗ് ഓഫ് നേഷൻസ്. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സംഘടനയ്ക്ക് ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയാണ് രൂപീകരിച്ചത് കേട്ടോ. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും സംരക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിലൂടെ ഏകോപിപ്പിക്കുക. ഇതൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഒന്ന്, യുദ്ധഭീതിയിൽ നിന്നും ഭാവി തലമുറയെ സംരക്ഷിക്കുക. 2, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക. ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി യുദ്ധം കലാസൃഷ്ടികളിൽ പല ചിത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും നോവലിലൂടെയൊക്കെ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അതാണ് പിക്കാസോയുടെ പെയിൻറ്റിംഗ് ആണ് ഗോർണിക്ക. ദെൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവലാണ് മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. ഇത് രണ്ടും രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചുള്ള കലാപരമായിട്ടുള്ള പ്രതികരണമാണ്. പിക്കാസോയുടെ ഗോർണിക്ക, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. ഇനി പോളിഷ് സംവിധായകൻ ആന്ദ്രേ വൈദയുടെ യുദ്ധചിത്രങ്ങളാണ് ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. ഇതൊരു ട്രിലോഗിയാണ്, ത്രയങ്ങൾ, 3 സിനിമകളാണ്. ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ് എന്നിവയും ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ്, ചാർലി ചാപ്ലിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. അലൻ റേനയുടെ ഹിരോഷിമ മോൺ അമോർ, സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഷിൻലേഴ്സ് ലിസ്റ്റ്, അല്ലേ, ഷിൻലേഴ്സ് ലിസ്റ്റ്. ഇതൊക്കെ രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളാണ്. അപ്പോൾ ഇത് അഡീഷണൽ ഫാക്റ്റായിട്ട് എഴുതി പഠിക്കുന്നത് നല്ലതാണ്. അടുത്തത് സഡാക്കോ, അല്ലേ? സഡാക്കോ നമ്മൾ സുഡോക്കു, സഡാക്കോ എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? എന്താണ് സഡാക്കോ? ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികിരണത്തിൻ്റെ ഇരയാണ് സഡാക്കോ സസുക്കി എന്ന ബാലിക. ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് സഡാക്കോ സസുക്കി. അവൾ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകൾ, അത് കൊക്കുകളുടെ പേരാണ്. അപ്പോൾ ആ ഒരു കൊക്കുകളുടെ ചിഹ്നമാണ് യുദ്ധവിരുദ്ധ വികാരമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്നത് ആ കൊക്കുകളെയാണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ ഹിരോഷിമ ദിനത്തിൽ അതൊക്കെ ഉണ്ടാക്കാറുണ്ട്. UN ചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, UN ചിഹ്നം. ദെൻ മുകളിൽ UN പതാക. ദെൻ കോളനികൾ സ്വതന്ത്രമാകുന്നു. അപ്പോൾ 2 ലോക മഹായുദ്ധങ്ങളും കഴിഞ്ഞു. വൻ ശക്തിയായിട്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഉയർന്നു വന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളാണ് അധികവും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും മറ്റൊക്കെ ഉണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ കോളനികൾ സ്വതന്ത്രമാവാൻ പോവുകയാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യത്വ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. അതിനാൽ കോളനികളിൽ നിന്ന് ഉയർന്നു വന്ന ദേശീയ സമരങ്ങളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. കൂടാതെ വൻ ശക്തികളായി ഉയർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണച്ചു. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണകൂടത്തിൽ നിന്ന് കോളനികൾ സ്വാതന്ത്ര്യം നേടി. ഇത് അപകോളനീകരണം, നേരെ ഓപ്പോസിറ്റ്, അല്ലേ? കോളനിവൽക്കരണത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപകോളനീകരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ നമുക്ക് ഇതിന് കാരണക്കാരായ കുറച്ച് നേതാക്കന്മാരെ കാണാം. നമ്മുടെ ഇന്ത്യയിലെ മഹാത്മാഗാന്ധിജി, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക, ക്യോമി എൻക്രൂമ ഘാന, കേട്ടോ, ജോമോ കെനിയാത്ത കെനിയ, ആഫ്രിക്കയിലെ ആളുകളൊക്കെയാണ്, അല്ലേ? ഇന്ത്യ ഗാന്ധിജി, ദക്ഷിണാഫ്രിക്ക നെൽസൺ മണ്ടേല, ഘാന ക്യോമി എൻക്രൂമ, കെനിയ ജോമ കെനിയാത്ത. അവിടെ പേരിൽ തന്നെ ഉണ്ട് കെനിയാത്ത എന്ന്, അല്ലേ? ഓക്കെ. ദെൻ ശീതസമരത്തിലേക്ക് വരാം. രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം വീണ്ടും ഭിന്നിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും സഖ്യശക്തികളോട് ചേർന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് അവർ വീണ്ടും ഭിന്നിച്ചു.
അമേരിക്ക പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായി മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകി. അപ്പോൾ അമേരിക്ക മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകി. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ രൂപീകരിച്ച് രാഷ്ട്രങ്ങളുടെ ചേരിക്ക് സോവിയറ്റ് യൂണിയനും. അപ്പോൾ സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാജ്യങ്ങൾക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. ഇങ്ങനെ പരസ്പരം ശത്രുത പുലർത്തിയ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് ശീതസമരം. അപ്പോൾ ഇത് ആശയ സംഘർഷങ്ങളാണ്, ആശയങ്ങൾ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, യുദ്ധം നടക്കുന്നത് ആശയങ്ങൾ കൊണ്ടായതുകൊണ്ട് തന്നെ രക്തച്ചൊരിച്ചിലുണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ പറയുന്നത് കോൾഡ് വാർ, ശീതസമരം. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അമേരിക്കൻ നയതന്ത്രജ്ഞനായ ബെർണാഡ് ബറൂച്ച് ആണ് ശീതസമരം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകി. അപ്പോൾ മറ്റൊരു എഴുത്തുകാരനായിട്ടുള്ള വാൾട്ടർ ലിപ്മാൻ ശീതസമരം എന്ന ടൈറ്റിൽ കൊടുത്ത് ഒരു പുസ്തകം എഴുതി. അപ്പോൾ ഈ ശീതസമരം എന്ന ടേം കൂടുതൽ ഫേമസ് ആയി. അപ്പോൾ ആദ്യം ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച്, അതിനെ ഫേമസ് ആക്കിയത് വാൾട്ടർ ലിപ്മാൻ. ഇരുധ്രുവ ലോകം. രണ്ടാം ലോക യുദ്ധത്തിൽ ഒരേ സഖ്യത്തിലുണ്ടായിരുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും യുദ്ധാനന്തരം യഥാക്രമം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും നേതൃത്വം കൊടുത്തു. ആശയപരമായ ഈ ചേരിതിരിവിനെ ചരിത്രകാരനായ ആർണോൾഡ് ടോയൻബി അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് ഇരുധ്രുവ ലോകം. അപ്പോൾ ഇരുധ്രുവ ലോകം എന്നതുകൊണ്ട് ഉദ്ദേശം മുൻപ് ഒറ്റക്കെട്ടായിരുന്ന സോവിയറ്റ് യൂണിയനും അമേരിക്കയും പരസ്പര വിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ചരിത്രകാരനായിട്ടുള്ള ടോയൻബി വിശേഷിപ്പിച്ച ടേമാണ് ഇരുധ്രുവ ലോകം. ദെൻ ശീതസമരകാലത്തെ സൈനിക സഖ്യങ്ങൾ. അപ്പോൾ ശീതസമരകാലത്തും സൈനിക സഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഒന്ന് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇവിടെ വരുന്നത് അമേരിക്കയും സഖ്യകക്ഷികളുമാണ്. ഇനി സീറ്റോ ഉണ്ട്, അതും അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയൊക്കെ ഗ്രൂപ്പ് തന്നെയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷനും അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയാണ്, നാറ്റോയും സീറ്റോയും. ദെൻ അടുത്തതും അമേരിക്കയുടെയാണ്, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ നാറ്റോ, സീറ്റോ, സെൻറ്റോ. അപ്പോൾ ഈ നാഷണൽ ട്രീറ്റി ഓർഗനൈസേഷനിൽ അവസാനിക്കുന്നത്, അത് തുടക്കം ഒന്ന് നോർത്ത്, ഒരെണ്ണം സൗത്ത്, മറ്റത് സെൻട്രൽ. ഇത് മൂന്നും അമേരിക്കയുടെയാണ്. ദെൻ വാഴ്സ ഉടമ്പടി, അത് വാഴ്സ പാക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് മാത്രമാണ് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ഉൾപ്പെടുന്നത്. വാഴ്സ പാക്ട്, സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും. അപ്പോൾ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇരു ചേരികളിലും നിൽക്കാത്ത, തങ്ങൾ രണ്ട് ചേരിയുടെ ഒപ്പവും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ കുറച്ച് രാജ്യങ്ങളുണ്ട്. അവരുടെ ആ ഒരു നിലപാടാണ് ഇരു ചേരികൾക്കും ഒരു ബദൽ അഥവാ ചേരായ്മ. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കളാണ് ഇന്ത്യയിലെ നെഹ്റു, ഖമാൽ അബ്ദുൽ നാസർ ഈജിപ്തിലെ, ദെൻ യൂഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ, ദെൻ ഇന്തോനേഷ്യയിലെ അഹമ്മദ് സുകാർണോ. അപ്പം നെഹ്റു, അബ്ദുൽ നാസർ, ടിറ്റോ, സുകാർണോ. ഇമ്പോർട്ടൻ്റ് ആണ്, 4 പേരുടെ പേരും പഠിക്കുക. എന്താണ് ചേരിചേരാ പ്രസ്ഥാനം? രണ്ടാം ലോക യുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമായി. ശീതസമരം സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ അവർക്ക് കോളനിവൽക്കരണത്തിൻ്റെ ആ ഒരു കറുത്ത അധ്യായം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുന്നതിനെ അവർ ഭയന്നു. അതിനെ അവർ ധീരമായിട്ട് എതിർക്കുകയും ചെയ്തു. അങ്ങനെ മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. അപ്പം മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. വൻ ശക്തികളുടെ ആയുധ മത്സരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയൂ എന്നവർ തിരിച്ചറിഞ്ഞു. 1955 ഇന്തോനേഷ്യയിലെ ബാന്തുങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അപ്പോൾ 1955 ഇന്തോനേഷ്യയിലെ ബാന്തുങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അപ്പോൾ ഇന്തോനേഷ്യയിൽ വെച്ചാണ് ബാന്തുങ് എന്ന സ്ഥലത്താണ് സമ്മേളനം നടന്നത്.
1955. 1961 ബെൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം. അപ്പോൾ അവരുടെ ആദ്യത്തെ സമ്മേളനം 1961 ബെൽഗ്രേഡിലാണ്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. മാറി നിൽക്കുന്നത് നമ്മൾ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, മറിച്ച് പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞത് നെഹ്റുവാണ്. ഓക്കെ അല്ലേ? ദെൻ പശ്ചിമേഷ്യ. അപ്പോൾ നമുക്ക് പശ്ചിമേഷ്യയിലേക്ക് പോകാം. ക്ലാസ് കുറച്ചധികം ലെങ്തിയാണ്, നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ കേൾക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു കാരണവശാലും കേൾക്കരുത്, കാരണം പല ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഒറ്റ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയില്ല എങ്കിൽ ഡിവൈഡ് ചെയ്ത് പോയാൽ അതും ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ബ്രേക്ക് എടുത്ത് കേൾക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് വൈകും, അപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തുന്നത് വൈകും. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ചെയ്യുന്നത്. ദെൻ പശ്ചിമേഷ്യയിലേക്ക് വരാം. ഒരു കയ്യിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഇത് പറഞ്ഞത് പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാനായിരുന്ന യാസർ അറഫാത്താണ്. അദ്ദേഹം 1974 UN അസംബ്ലിയിൽ ചെയ്ത പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ പലസ്തീൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനപൂർവ്വം നേരിടാൻ തന്നെയാണ് ഇഷ്ടം, പക്ഷേ യുദ്ധത്തിലേക്ക് നിങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കരുത് എന്നാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ഒന്നാം ലോക യുദ്ധം വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ബ്രിട്ടൻ്റെ കയ്യിലേക്ക് എത്തി. അപ്പോൾ ആദ്യം തുർക്കിയിലായിരുന്നു, പിന്നെ ബ്രിട്ടൻ്റെ കയ്യിലേക്ക് എത്തി. ഈ യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ. അപ്പോൾ ജൂതന്മാരുടെ സേവനത്തിന് പകരമായിട്ട് യുദ്ധത്തിൽ നടത്തിയ ജൂതന്മാരുടെ ആ ഒരു പ്രവർത്തനത്തിന് പ്രത്യുപകാരമായിട്ട് അവർക്ക് വേണ്ടി ഒരു സ്ഥലം നൽകാമെന്ന് ആര് പ്രഖ്യാപിച്ചു? അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ. ഇത് ബാൽഫർ പ്രഖ്യാപനം എന്നറിയപ്പെടുന്നു. ബാൽഫർ പ്രഖ്യാപനം ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. തങ്ങൾക്ക് ജൂതന്മാർക്കൊരു രാജ്യം എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതർക്കെതിരെ നടത്തിയ പീഡനങ്ങൾ നാം നേരത്തെ ചർച്ച ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ജൂതർക്ക് സ്വന്തമായി രാജ്യം വേണമെന്ന ആവശ്യത്തിന് തീവ്രത കൂട്ടി. അപ്പോൾ ഹിറ്റ്ലർ തങ്ങളോട് കാണിച്ച ക്രൂരതയൊക്കെ വെച്ചിട്ട് തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്, തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണം എന്ന നിലപാടിലേക്ക് അവർ എത്തി. അത് കൂടുതൽ ശക്തമായി. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് 1948. ഇതിനെ തുടർന്ന് ഇസ്രായേലും അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ നിരവധി യുദ്ധങ്ങൾ നടന്നു. അപ്പോൾ ഇസ്രായേൽ രാജ്യം വന്നു എങ്കിലും പിന്നീട് ഇസ്രായേലും അറബികളും തമ്മിൽ ഏറ്റുമുട്ടലുകളായി. ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി. അപ്പോൾ ഇസ്രായേൽ വന്നിട്ട് പാലസ്തീനെ കൈവശപ്പെടുത്തി. ജന്മനാട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വന്ന പാലസ്തീൻകാർ വിവിധ അറബ് രാഷ്ട്രങ്ങളിൽ അഭയം തേടി. ഇസ്രായേലിൻ്റെ രൂപീകരണത്തോടെ അഭയാർത്ഥിയാകേണ്ടി വന്ന പാലസ്തീൻകാർക്ക് സ്വന്തമായ ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട പാലസ്തീൻ വിമോചന സംഘടനയാണ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റാണ് യാസർ അറഫാത്ത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സ്വന്തം രാജ്യത്തിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വന്നത്. സമാധാനമാണ് ഇഷ്ടം, പക്ഷേ സ്വന്തം രാജ്യത്തു നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് സംസാരിച്ചത്. നിരവധി രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനിനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി. അപ്പോൾ പാലസ്തീനെ സ്വന്തമായിട്ടൊരു രാജ്യമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അത് പൂർണ്ണമായിട്ടും നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ പാലസ്തീനിൽ ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ എണ്ണ രാഷ്ട്രീയ ആയുധം. ലോകത്തിലെ എണ്ണ സമ്പത്തിൻ്റെ പകുതിയും പശ്ചിമേഷ്യയിലാണുള്ളത്. അറബ് ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം എണ്ണ കയറ്റുമതി
ചെയ്യുന്ന രാജ്യങ്ങൾ ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് OPEC, OPEC എന്ന് പറയും. പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപാധി എന്ന നിലയിൽ എണ്ണ ഒരു സമ്മർദ്ദതന്ത്രമായി ഉപയോഗിക്കപ്പെട്ടു. എണ്ണ ഉൽപ്പാദനം കുറച്ചും വില വർദ്ധിപ്പിച്ചുമാണ് പ്രസ്തുത തന്ത്രം നടപ്പിലാക്കിയത്. അപ്പോൾ എണ്ണ ഉപയോഗിച്ചൊരു സമ്മർദ്ദതന്ത്രം അവർ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അത്ര കണ്ട് വിജയിച്ചിട്ടില്ല. ദെൻ സിയോണിസം. ജൂതന്മാർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിയോണിസം. ഈ ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഈ ആശയം ആദ്യമായിട്ടും അവതരിപ്പിക്കുന്നത് തിയഡർ ഹെർഷലാണ്. അദ്ദേഹത്തിൻ്റെ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ജൂതരാഷ്ട്രം എന്ന സങ്കല്പം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് തിയഡർ ഹെർഷൽ. അപ്പോൾ അദ്ദേഹം ഒരു തീ ഇടുക തന്നെയാണ് ചെയ്തത്, അല്ലെ? തീ ഇടുക തന്നെയാണ് ചെയ്തത്. തിയഡർ ഹെർഷൽ, ദ ജൂയിഷ് സ്റ്റേറ്റ്. ദെൻ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. അപ്പോൾ ലോകത്തിലെ രണ്ട് ശക്തികളായിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞു. 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിലുണ്ടായ സുപ്രധാന സംഭവമാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. ഇതിനിടയാക്കിയ കാരണങ്ങൾ നമുക്ക് നോക്കാം. മിഖായേൽ ഗോർബച്ചേവ്, ഇതാണ് ഗോർബച്ചേവ്. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ അത് നന്നായിട്ട് പാളി. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നു. ഇപ്പോൾ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രായിക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടല്ല സോഷ്യലിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത്. ദെൻ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും, അതൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മളതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുണ്ടായ പരാജയം. അപ്പോൾ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതും പരാജയത്തിന് കാരണമായി. 1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. 1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ശീതസമരം അവസാനിച്ചു. ഇത് അന്തർദേശീയ രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി. ഇരുധ്രുവ ലോകം തകരുകയും അമേരിക്കയുടെ ആധിപത്യത്തിനുള്ള ഏകധ്രുവ ലോകം ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ ഇരുധ്രുവം തകർന്നാൽ പിന്നെ ഒറ്റ ധ്രുവമല്ലേ ഉണ്ടാവും. പിന്നെ അമേരിക്കയ്ക്കായിരുന്നു സർവാധിപത്യം. നമ്മൾ നേരത്തെ ഗ്ലാസ്നോസ്തും പെരിസ്ട്രായിക്കയും പറഞ്ഞു. എന്താണ് അത് നോക്കാം. മിഖായേൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്ക. ഇതൊക്കെ ചോദിക്കുന്നതാണ്, ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ്. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിന് കൊണ്ടുവന്നതാണ് ഗ്ലാസ്നോസ്ത്. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം. അപ്പോൾ ഗ്ലാസ്സിലൂടെ നോക്കിയാൽ എല്ലാം അകത്തോട്ട് കാണാമല്ലോ. അപ്പോൾ അത് തുറന്ന സമീപനം. ഇത് പ്രകാരം പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു. അപ്പോൾ നിയന്ത്രണങ്ങളെല്ലാം എടുത്തു മാറ്റി. സോവിയറ്റ് യൂണിയൻ സമ്പദ്ഘടന പുനർസംഘടിപ്പിക്കുന്നതിനായാണ് റീസ്ട്രക്ചർ അഥവാ പെരിസ്ട്രായിക്ക. അപ്പോൾ പെരിസ്ട്രായിക്ക കൊണ്ടുവന്നത് സമ്പദ്ഘടന പുനർസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക, കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് വരുത്തുക എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ള നിയന്ത്രണം വേണ്ട. അതേപോലെ ഒരു ആസൂത്രണം, കേന്ദ്രീകൃത സെൻട്രലൈസ്ഡ് പ്ലാനിങ് സ്ട്രക്ചർ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ ഈ ഒരു പെരിസ്ട്രോയിക്ക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഗ്ലാസ്നോസ്റ്റ് എന്ന് പറയുന്നത് സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് തുറന്ന സമീപനമാണ്. പെരിസ്ട്രോയിക്ക എന്ന് പറയുന്നത് സമ്പദ്ഘടനയെ റീസ്ട്രക്ചർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന നയമാണ്. അപ്പോൾ രണ്ടും നന്നായിട്ട് പാളിയിരുന്നു, അല്ലേ? ദെൻ ഏകധ്രുവ ലോകം, അമേരിക്കൻ ആധിപത്യം. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി. ഇതോടെ ലോക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം അമേരിക്കയായിട്ട് മാറി. ഇത് ഏകധ്രുവ ലോകക്രമം എന്നറിയപ്പെടുന്നു. അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. അപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി അവരെ പരസ്പരം തമ്മിലടിപ്പിച്ചു. ഈ സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു. അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളാണ് ഗൾഫ് യുദ്ധത്തിന് കാരണമായത്. തങ്ങളുടെ സൈനിക ശേഷിയും സാങ്കേതിക മികവും ഈ യുദ്ധങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ചു. എന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരായ കൂട്ടായ്മകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. അപ്പോൾ അമേരിക്ക
ഫലത്തിൽ ചെയ്യുന്നത് ലോകത്തിന് മുഴുവനും ദോഷമാണെന്ന് പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു. അവർ അമേരിക്കയ്ക്കെതിരെ അമേരിക്കൻ വിരുദ്ധ മനോഭാവം ലോകത്തിൽ വ്യാപിച്ചു. അപ്പം ഗൾഫ് യുദ്ധത്തിന് വഴിതെളിച്ചത് അമേരിക്ക ആണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഗൾഫ് യുദ്ധം? രണ്ടാം ലോക യുദ്ധത്തിനു ശേഷമുണ്ടായ പ്രധാന സംഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ് 1991-ലും 2003-ലും നടന്ന ഗൾഫ് യുദ്ധങ്ങൾ. 1991-ലും ഉണ്ടായി, 2003-ലും ഉണ്ടായി. ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് ഇറാഖിലെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതാണ്. അപ്പോൾ ഇറാഖ്, കുവൈറ്റ്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യസൈന്യം ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിച്ചു. അപ്പോൾ ഇറാഖിൽ നിന്നും കുവൈറ്റിനെ ആര് മോചിപ്പിച്ചു? ബ്രിട്ടനും അമേരിക്കയും അടങ്ങുന്ന സഖ്യസൈന്യം മോചിപ്പിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ടായ തർക്കങ്ങളാണ് ഈ ഒരു യുദ്ധത്തിന് കാരണം. അപ്പോൾ യുദ്ധത്തിൻ്റെ കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി സാമ്രാജ്യത്വം കഴിഞ്ഞു. ഇപ്പോൾ നവസാമ്രാജ്യത്വമാണല്ലോ. അപ്പോൾ എന്താണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്? നിങ്ങൾ ബ്രേക്ക് എടുത്ത് കേൾക്കണേ. അപ്പോൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധമില്ലാത്ത ആളുകൾക്ക് ഒറ്റ സ്ട്രെച്ചിലൊന്നും ഈ ക്ലാസ് ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യമായ സ്ഥലങ്ങളിൽ ബ്രേക്ക് എടുത്ത് തന്നെ കേൾക്കണം. രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു വന്നു. ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. അപ്പോൾ ഇന്ന് മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നു, പല രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് പറയുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ അവരുടെ കമ്പനികളുടെ താല്പര്യങ്ങളനുസരിച്ച് പല പ്രദേശങ്ങളിൽ, പല സ്ഥലത്തുള്ള, പല രീതിയിലുള്ള, പല സമൂഹത്തിൽ അവർ ഇടപെടുന്നു. ഇതാണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഉത്ഭവിച്ച് അവർക്ക് ആവശ്യമുള്ള മറ്റ് പല സ്ഥലങ്ങളിൽ വ്യാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയെയാണ് നവസാമ്രാജ്യത്വം എന്ന് പറയുന്നത്. മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പത്ത് കൈവശപ്പെടുത്താൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിച്ചു. അവരുടെ തന്ത്രങ്ങൾ പുതിയൊരു ഉപഭോഗ സംസ്കാരം വളർത്തുന്നതിന് കാരണമായി. ഇതിലൂടെ വികസ്വര രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി. അപ്പോൾ ഇന്നും ഒരു കോളനി വ്യവസ്ഥ വരുന്നുണ്ട്, പക്ഷെ അത് ഒരു ഡയറക്റ്റ് രീതിയിലല്ല അല്ലേ. വികസ്വര രാജ്യങ്ങളെല്ലാം ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളാണ്, ഇന്ന് മാർക്കറ്റുകളാണ് അല്ലേ. ഇന്ത്യ ഉൾപ്പെടെയുള്ളത് പല വികസിത രാജ്യങ്ങളുടെ കമ്പോളമായിട്ട് മാറിയിരിക്കുകയാണ്. വികസിത രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മളിന്ന് വളരെ ബ്രാൻഡ് ആയിട്ടൊക്കെ കാണുന്നത് അത്തരം പ്രോഡക്റ്റുകളായിരിക്കും അല്ലേ. ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ കഴിയാത്ത തദ്ദേശീയ മേഖല തകരാൻ തുടങ്ങി. ദെൻ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം, ന്യൂ എക്കണോമിക് പോളിസി. അതുകൂടി ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവും. സോ അതും കൂടി നോക്കാം. എന്താണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്നത്? നവസാമ്രാജ്യത്തിൻ്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കും കേട്ടോ. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മൂലധനത്തിന് നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി. അപ്പോൾ ബഹുരാഷ്ട്ര കമ്പനികൾ എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങളും മൂലധനങ്ങളും നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് ഉദാരമാക്കുന്നതാണ് ഉദാരവൽക്കരണം. ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഓർഗനൈസേഷനെ പ്രൈവറ്റ് ആക്കി. അതാണ് സ്വകാര്യവൽക്കരണം. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കുന്നത്. ഇനി ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്നതിലപ്പുറം ആഗോള തലത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യം അനുസരിച്ച് ലോകത്ത് മാറ്റങ്ങൾ വന്നു. മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു അല്ലേ. ഇന്ന് എവിടെ നോക്കിയാലും മത്സരമാണ്. അപ്പോൾ ഇതൊരു ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകതയാണ്. അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും കിട്ടും. സേവനം, വിഭവം, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി, ഇതെല്ലാം അതിരുകളില്ലാതെ ഒഴുകാൻ തുടങ്ങി. ഇതെല്ലാം ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സിലും കൂടി പഠിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു പോയത് കേട്ടോ. ലോക ബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന
തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിനനുസൃതമായി നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ ലോകബാങ്ക്, IMF, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന ഇതെല്ലാം വരികയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് ആഗോളവൽക്കരണത്തിന് പറ്റുന്ന രീതിയിൽ നയങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ആഗോളവൽക്കരണം ലോകത്തിന് മുന്നിൽ പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടു. വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകി. അപ്പോൾ ആഗോള ഗ്രാമം എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ഒറ്റ ഗ്രാമമാണ്. നമുക്ക് ടെക്നോളജി വളരെ വികസിതമായതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ഒറ്റ ഒരു ഗ്രാമം പോലെ കണ്ട് ആ കാര്യങ്ങൾ നീക്കാനുള്ള സുതാര്യത നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആഗോളവൽക്കരണം വികസ്വര രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചു, അല്ലേ? വികസിത രാജ്യങ്ങൾക്ക് ഇതെല്ലാം നേട്ടമാണ്, പക്ഷേ വികസ്വര രാജ്യങ്ങൾക്ക് ഇതെല്ലാം ദോഷമാണ്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. അപ്പോൾ ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി. തദ്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. അപ്പോൾ സംസ്കാരങ്ങൾ, നാഷണലി ആയിട്ടുള്ള സംസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു, രാഷ്ട്രബോധം നഷ്ടപ്പെട്ടു, ലോകം മുഴുവനും ഒറ്റ രാഷ്ട്രമെന്ന സങ്കല്പം അത് നഷ്ടമായി. അതാണ് ദേശരാഷ്ട്രം എന്ന ആശയം. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു, അല്ലേ? സാമൂഹിക സേവന മേഖലകളിൽ സർക്കാരുകൾ പിന്മാറി, അല്ലേ? സാമൂഹിക സേവന മേഖലയിൽ നിന്നും സർക്കാർ മാറിയിട്ട് പ്രൈവറ്റ് കമ്പനികൾ വന്നു. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു. അവരെപ്പോഴും സ്വന്തം ലാഭമാണ് കൂടുതൽ നോക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ സംഭവവികാസങ്ങളും അവ ലോക ചരിത്രത്തെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്നുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. സാമ്രാജ്യത്തിൻ്റെ ആവിർഭാവത്തിന് വഴിതെളിച്ച സാഹചര്യങ്ങൾ, സാമ്രാജ്യത്വം നേരിട്ട പ്രതിസന്ധികൾ, സാമ്രാജ്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നിവ 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചു. അപ്പോൾ സാമ്രാജ്യത്വം അത് എങ്ങനെ രൂപപ്പെട്ടു, അതിൻ്റെ പ്രതിസന്ധി എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാം ലോക യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം എന്ന 2 ഗ്രൂപ്പ് പറഞ്ഞു. ദെൻ ഫാഷിസം, നാസിസം, അവിടെ മുസോളിനി, ഹിറ്റ്ലർ. പിന്നെ 2-ാം ലോക യുദ്ധം പറഞ്ഞു, അവിടെ അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. അവസാനം യുദ്ധത്തിന് ശേഷമുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ ഐക്യരാഷ്ട്രസഭ, ശീതസമരം, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മോചനം, ചേരിചേരാ പ്രസ്ഥാനം, നവസാമ്രാജ്യത്വം എന്നീ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ഇസ്രയേലിൽ ഒരു 2-3 ക്ലാസ്സോടുകൂടി നമ്മൾ ലോക ചരിത്രം കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ പുതിയ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പാഠഭാഗങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ പിന്തുണയാണ് നമുക്ക് തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഊർജം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ.